ടെർബോ ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നതിലെ വലിയ നേട്ടമാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടെർബോ ജെറ്റ് എഞ്ചിൻ ഇന്ത്യ വികസിപ്പിക്കുകയാണ്. ഇത് ലോകരാജ്യങ്ങളെ വെച്ച് നമ്മളൊന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ നേട്ടം എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ ടെർബോ ജെറ്റ് എഞ്ചിനുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഏതൊരു അവസ്ഥയിലാണ് ലോകരാജ്യങ്ങളുള്ളത്, ഇന്ത്യ നിലവിൽ എത്തരത്തിലുള്ള വികസനങ്ങളാണ് ഈ ഒരു മേഖലയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? യുദ്ധവിമാനങ്ങൾക്ക് ശക്തി നൽകുന്ന ജെറ്റ് എഞ്ചിനുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യ എപ്പോഴും പാടുപെടുകയാണ്. നമ്മുടെ കാവേരി എഞ്ചിന് തേജസ്സിനെ ശക്തി നൽകുമെന്നൊക്കെ പവർ ചെയ്യുമെന്നൊക്കെ പണ്ട് നമ്മൾ ആശിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല. ഇപ്പോഴും നമ്മൾ അമേരിക്കയുടെ ജിയുടെയും ഫ്രാൻസിന്റെ സഫ്രാന്റെയും ഒക്കെ പുറകെ നടക്കുകയാണ്. പക്ഷേ അതങ്ങനെയാണെങ്കിലും ചെറിയ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന അതായത് ഈ ഡ്രോണുകള്, ക്രൂയിസ് മിസൈലുകള്, ഇതിനൊക്കെ ശക്തി പകരുന്ന ജെറ്റ് എഞ്ചിനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയിലെത്തി. ഇതൊരു ചെറിയ കാര്യമല്ല. ലോകത്തിലെ 6 രാജ്യങ്ങൾക്ക് മാത്രമേ ഈ ഒരു സ്വയം പര്യാപ്തതയുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അമേരിക്ക, റഷ്യ, ചൈന, അതുപോലെ പിന്നെ ഫ്രാൻസ്, ബ്രിട്ടന്, പിന്നെ ഒരു രാജ്യം കൊണ്ടുണ്ട് യുക്രൈൻ. ആ യുക്രൈൻ ഇത് എങ്ങനെ നേടിയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ സോവിയറ്റ് യൂണിയന്റെ മിസൈലിന്റെ ഒക്കെ എഞ്ചിൻ ഉണ്ടാക്കുന്ന ഫാക്ടറി യുക്രൈനിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ ടെക്നോളജി ഉണ്ട്. അങ്ങനെ 6 രാജ്യങ്ങൾക്ക് മാത്രമേ ലോകത്തിൽ ഈ മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ പവർ ചെയ്യുന്ന ചെറിയ ജെറ്റ് എഞ്ചിനുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ളൂ. ആ ഒരു നിയന്ത്രിതമായ ഗ്രൂപ്പിലേക്ക് പുതിയൊരു അതിഥി കൂടി കടന്നെത്തിയിരിക്കുന്നു. അത് ഇന്ത്യയാണ്. ഇന്ത്യ അവിടെ ഒരു കസേര സ്വന്തമായിട്ട് അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. വേറെ ആരും കൊടുത്ത കസേരയല്ല, വേറെ ആരുടെയും ടെക്നോളജി അല്ല. നമ്മൾ സ്വന്തമായിട്ട് ഒരു കസേരയായിട്ട് അവിടെ ചെന്ന് നമ്മൾ ആ കൂട്ടത്തിൽ കയറിയിരുന്നു. ആർക്കും നമ്മളോട് ഇവിടെ ഇരിക്കേണ്ടെന്ന് നമ്മളോട് പറയാൻ പറ്റില്ല. ടെക്നോളജി നമ്മുടെ സ്വന്തമാണ്. ഈ ജെറ്റ് എഞ്ചിനുകൾ 2 തരത്തിലാണ്, 2-3 തരത്തിലുണ്ട്. ഞാൻ മുഖ്യമായിട്ട് 2 തരത്തിലാണ്: ടർബോ ഫാൻ, ടർബോ ജെറ്റ് എന്ന് പറഞ്ഞ 2 കാറ്റഗറിയും. ഈ ടർബോ ഫാൻ എഞ്ചിനുകൾ, അതിന്റെ സാങ്കേതികതയിലേക്ക് ഞാൻ കടക്കുന്നില്ല, എനിക്ക് അത്ര വലിയ, ഞാൻ എഞ്ചിനീയറും അല്ല. പക്ഷെ എങ്കിലും പ്രേക്ഷകർക്ക് ഒന്ന് വേർതിരിക്കാനായിട്ട് ഞാൻ 2 കാര്യം പറയാം. ടർബോ ഫാൻ എഞ്ചിൻ അത് ആ എഞ്ചിൻ ഘടിപ്പിച്ചാൽ അത്ര വലിയ വേഗത കിട്ടില്ല. പക്ഷെ വളരെ ദീർഘസമയം ആ മിസൈൽ ആകാശത്തിൽ അല്ലെങ്കിൽ ഡ്രോൺ ആകാശത്തിൽ പറത്താൻ പറ്റും. ടർബോ ഫാൻ കുറച്ചുകൂടി ശബ്ദമില്ലാത്തതാണ്. പക്ഷെ ടർബോ ഫാൻ കുറച്ചുകൂടി ശക്തി കുറഞ്ഞാണ്. ടർബോ ജെറ്റ് എഞ്ചിൻ അങ്ങനെയല്ല, അത് കുതിച്ചു പായാൻ സഹായിക്കും. പക്ഷെ അതേസമയം കൂടുതൽ ഇന്ധനം ഉപയോഗിക്കും. ഇന്ധനം കൂടുതൽ ഉപയോഗിക്കുന്ന കാരണം അത് പലപ്പോഴും പെട്ടെന്ന് തന്നെ അത്രയും കൂടുതൽ സമയം ആകാശത്തിൽ ചുറ്റിത്തിരിയാൻ ഈ എഞ്ചിൻ ഘടിപ്പിച്ച ഒരു ഡ്രോണിനോ അല്ലെങ്കിൽ ഒരു ക്രൂയിസ് മിസൈലിനോ പറ്റില്ല. അപ്പോൾ ഇന്ത്യ 2 തരത്തിലുള്ള ചെറിയ എഞ്ചിനുകൾ, ടർബോ ഫാൻ ആകട്ടെ ടർബോ ജെറ്റ് ആവട്ടെ, രണ്ടും നമ്മൾ ഉൽപ്പാദിപ്പിച്ചു. ഈ ടർബോ ജെറ്റിന്റെ കാര്യത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിലെ മിസൈലുകൾ സബ്സോണിക് ക്രൂയിസ് മിസൈലുകളും അതിവേഗത്തിൽ കുതിച്ചു പായുന്നതായിരിക്കും. ഇതുവരെ സബ്സോണിക് ക്രൂയിസ് മിസൈൽ എന്ന് പറഞ്ഞാൽ വളരെ വേഗത കുറവ്, അതായത് ഏതാണ്ട് മണിക്കൂറിൽ ഒരു 200-280 കിലോമീറ്റർ വേഗം മാത്രം കൈവരിക്കുന്ന സബ്സോണിക് ക്രൂയിസ് മിസൈലും സബ്സോണിക് ഡ്രോണും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇനി വരാൻ പോകുന്നത് കുതിച്ചു പായുന്ന, അതിന് വേണ്ടത് ടർബോ ജെറ്റ് എഞ്ചിനാണ്. അങ്ങനെ ഒരു ടർബോ ജെറ്റ് എഞ്ചിൻ ഇന്നലെ ഇന്ത്യയുടെ DRDOയുടെ ഭാഗമായിട്ടുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വിജയകരമായിട്ട്, അവർ നേരത്തെ തന്നെ അതിന്റെ ടെക്നോളജി പെർഫെക്റ്റ് ചെയ്തിരുന്നു. അത് വിജയകരമായിട്ട് ഒരു സ്വകാര്യ കമ്പനിയെ കൊണ്ട് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ തുടങ്ങി അതിന്റെ ആദ്യത്തെ എഞ്ചിൻ ഇന്നലെ പുറത്തിറങ്ങി. വലിയൊരു നേട്ടമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. പക്ഷെ പല മാധ്യമങ്ങളിലും അത് ആ വാർത്ത ഇട്ടപ്പോൾ അവർക്കൊക്കെ ഒരു തെറ്റുപറ്റി പോയതായിട്ട് ഞാൻ കാണും. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ടർബോ ജെറ്റ് എഞ്ചിൻ ആണെന്നാണ് ദൗർഭാഗ്യവശാൽ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പോലും NDTV ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. എന്തുകൊണ്ടാണ് ഞാൻ തെറ്റാണെന്ന് പറയുന്നത്? അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം, നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇപ്പോൾ തന്നെ അവര് അത്തരം ഒരു ടർബോ ജെറ്റ് എഞ്ചിൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേര് അതിന്റെ ആ എഞ്ചിന് യഥാർത്ഥത്തിൽ ഓപ്പറേഷനിലുമാണ്. അത് ദൗർഭാഗ്യവശാൽ അത് തിരിച്ചറിയാതെയാണ് പലരും ഈ ഒരു കാര്യം, അതായത് HAL PT-AE7 എന്നാണ് ആ എഞ്ചിന്റെ പേര്. ലക്ഷ്യ എന്നൊരു ആളില്ലാ വിമാനം HAL വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കി. പക്ഷെ അതൊന്നും വേണ്ടത്ര വിജയിച്ചില്ല. ആ ലക്ഷ്യ എന്ന വിമാനത്തിൽ ഉപയോഗിച്ചിരുന്നത് ഈ HAL PT-AE7 എന്ന എഞ്ചിനാണ്. അപ്പൊ ഇത് ഇന്ത്യയുടെ ആദ്യത്തെ എഞ്ചിനല്ല. പക്ഷെ HAL PT-AE7നേക്കാൾ കാര്യക്ഷമതയുള്ള ഒരു എഞ്ചിനാണ് ഇപ്പോൾ
ആസാദ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനി നിർമ്മിച്ചിറക്കിയിരിക്കുന്നത്. അതിന്റെ ടെക്നോളജി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് DRDOയുടെ ഭാഗമായ GTRA ആണ് ടെക്നോളജി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ രംഗത്ത് ഒരു വിപ്ലവം നടത്തിയിരിക്കുന്നു. ഇപ്പം ഇതിന്റെ ഒരു 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 വൈഡർ ആസ്പെക്ട്സിലേക്ക്, വിശാലമായ കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ടർബോജെറ്റും ടർബോഫാൻ എഞ്ചിനും ഉൽപ്പാദിപ്പിക്കുന്ന തദ്ദേശീയമായിട്ട് അതിന്റെ ടെക്നോളജി വികസിപ്പിച്ചെടുത്ത വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊരു രാജ്യമാണ് ഇന്ത്യ. അത് പിന്നെ അത് ഏതൊക്കെ എഞ്ചിനുകളാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോ ഈ ടർബോജെറ്റ് എഞ്ചിൻ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ വിജയകരമായിട്ട് ഉൽപ്പാദിപ്പിച്ച നമ്മുടെ മിസൈലുകൾക്ക് ശക്തി നൽകുന്ന ഇപ്പൊ നമ്മുടെ തദ്ദേശീയ ടർബോജെറ്റ് എഞ്ചിനുകളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ മണിക് എഞ്ചിൻ എന്നൊരു എഞ്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. മണിക് എഞ്ചിന്റെ യഥാർത്ഥ പേര് DRDO ST-FE-450 എന്നുള്ളതാണ്. ആ എഞ്ചിന് ഇന്ത്യയുടെ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ, അതായത് പഴയ അതിന്റെ പേര് നിർഭയ എന്നാണ്. ആ നിർഭയ മിസൈൽ ഉപയോഗിക്കുന്നത് ഈ എഞ്ചിനാണ്. നേരത്തെ റഷ്യയുടെ NPO സാറ്റേൺ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ NPO കമ്പനി ഉണ്ടായിരുന്നല്ല, അത് ഇപ്പോഴും ഉണ്ട്. NPO സാറ്റേണിന്റെ എഞ്ചിനാണ് നമ്മൾ ഈ നിർഭയയിൽ ഉപയോഗിച്ച. ആ എഞ്ചിൻ പലപ്പോഴും കൃത്യരീതിയിൽ പ്രവർത്തിച്ചിരുന്നില്ല. ആ എഞ്ചിന്റെയും അതുപോലെ ഗൈഡൻസ് സിസ്റ്റത്തിന്റെ കുഴപ്പവും ഉണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണം നമ്മുടെ നിർഭയ മിസൈൽ പരാജയപ്പെട്ടു. അതിനുശേഷമാണ് ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ച് നമ്മൾ മണിക് എഞ്ചിൻ നമ്മൾ പുറത്തിറക്കിയ. അതൊരു ടർബോഫാൻ എഞ്ചിനാണ്. പിന്നെ അതുപോലെ സ്വകാര്യ കമ്പനിയായിട്ടുള്ള പാണിനിയൻ ഇന്ത്യ എന്നൊരു കമ്പനി ഉണ്ട്. അവർ യാന്തൂർ എന്ന ഒരു 4.5 കിലോ ന്യൂട്ടൺ ശക്തി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടർബോഫാൻ എഞ്ചിൻ ഉൽപ്പാദിപ്പിച്ച് അത് വിജയകരമായിട്ട് പരീക്ഷിച്ചല്ല, ഇപ്പം അത് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. HAL ആകട്ടെ ഒരു വലിയ ശക്തിയുള്ള അതായത് 25 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ്, ഡ്രൈ ത്രസ്റ്റ് എന്ന് പറയുന്ന ആഫ്റ്റർ ബർണർ ഇല്ലാതെ ഡ്രൈ ത്രസ്റ്റ് കൊടുക്കുന്ന ഒരു എഞ്ചിൻ ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. അതിന്റെ ഇതുവരെയുള്ള പരീക്ഷണങ്ങളെല്ലാം വിജയമായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്വകാര്യ ജെറ്റ് വിമാനം, അതായത് ഇപ്പൊ ഒരു 5-10 പേരൊക്കെ കയറുന്ന, 10 പേര് 12 പേരൊക്കെ കയറുന്ന ഒരു സ്വകാര്യ ജെറ്റ്, ബിസിനസ് ജെറ്റ് എന്നൊക്കെ പറയും. ഇപ്പൊ ഗൾഫ് സ്ട്രീം എന്ന് പറയുന്ന അത്തരം ജെറ്റുകൾ നമ്മുടെ യൂസഫ് അലിക്കും രവിപിള്ളയ്ക്കും ഒക്കെ ഉണ്ട്. അത്തരം ജെറ്റുകൾക്ക് ശക്തി നൽകുന്ന ഒരു എഞ്ചിൻ പുറത്തിറക്കാൻ അവര് അതിന്റെ അവസാന ഘട്ടത്തിലാണ്. 5 ടൺ വരെയുള്ള ഒരു പിന്നെ ആളില്ലാ വിമാനത്തിന്, അതായത് ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിൽ അത് ഉപയോഗിക്കാം, UAV ഡ്രോണിൽ ഉപയോഗിക്കാം. അപ്പൊ അത് പുറത്തിറക്കുകയാണ്. ഇനി പിന്നെ നമ്മൾ ഈ പറയുന്ന ടർബോ ജെറ്റ് എഞ്ചിൻ ആണെങ്കിൽ CSIR-ഉം NAL, നാഷണൽ എയറോനോട്ടിക്സ് ലിമിറ്റഡൂടെ ചേർന്നിട്ട് NJ100 എന്ന് പറയുന്ന ഒരു ടർബോ ജെറ്റ് എഞ്ചിനും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പൊ ഇന്നലെ ഇറക്കിയ GTRA-യുടെ എഞ്ചിന്റെ അത്ര ശക്തിയില്ല. അതിന് വെറും 100 കിലോഗ്രാം ത്രസ്റ്റ് മാത്രമേ ഉള്ളൂ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. ചെറിയ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ടർബോ ജെറ്റ് എഞ്ചിനുകൾ രഘുവംശി എയറോസ്പേസ് എന്ന ഒരു സ്വകാര്യ കമ്പനിയും പുറത്തിറക്കിയിട്ടുണ്ട്. അത് പക്ഷെ വെറും 14 മുതൽ 40 കിലോഗ്രാം വരെ ഉള്ള ത്രസ്റ്റ് മാത്രമാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തായാലും ശരി, ഇതൊരു വലിയ നേട്ടമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഇന്ത്യയുടെ വരാനിരിക്കുന്ന ക്രൂയിസ് മിസൈലുകൾക്കൊന്നും തന്നെ പുറത്തുനിന്ന് ഒരു എഞ്ചിൻ ഇറക്കുമതി ചെയ്യണ്ട. NPO സാറ്റേണിന്റെ എഞ്ചിനായിട്ട് ഓടി നടക്കണ്ട. കാരണം റഷ്യൻ എഞ്ചിനാണ് നമ്മളിപ്പോൾ കൂടുതൽ ഉപയോഗിച്ചത്. കാരണം അവർ കൃത്യസമയത്ത് തരുകാരുന്നു. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് എത്ര എഞ്ചിനുകൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കാം. NPO സാറ്റേൺ നിർമ്മിച്ച എഞ്ചിന്റെ പകുതി പോലും ചെലവാവില്ല ഇന്നലെ പുറത്തിറക്കിയ GTRA-യുടെ എഞ്ചിനെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോ ഇന്ത്യ ഈ മേഖലയിലെ വലിയൊരു കുതിച്ചുചാട്ടം നടത്തിയിരിക്കുക, സ്വയം പര്യാപ്തതയിൽ എത്തിയിരിക്കുക. ഇതിന്റെ അടുത്ത മേഖലയിലോട്ട് നമ്മൾ കാൽവെച്ച് കഴിഞ്ഞു. എനിക്ക് 100% ഉറപ്പുണ്ട്, വരുന്ന ഒരു 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ കാവേരി 2.0 പ്രോഗ്രാം വിജയത്തിലെത്തും. നമ്മൾ മുമ്പേ പറഞ്ഞ HAL ഉൽപ്പാദിപ്പിക്കുന്ന വിമാനങ്ങൾ, ചെറിയ വിമാനങ്ങൾ, ഒരു 10-15 ആൾക്കാരൊക്കെ കയറുന്ന വിമാനങ്ങൾ, 5 ടൺ വരെയുള്ള ഡ്രോണുകളും ഒക്കെ പറത്താൻ ശേഷിയുള്ള എഞ്ചിനും നമ്മൾ നമ്മുടേത് എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ ബർണറുകൾ എന്ന സംവിധാനത്തിന്റെ ഒരു പെർഫെക്ഷനിലേക്കും കാര്യങ്ങൾ എത്തുന്നു. ഇന്ത്യ വളരുകയാണ്. ഇന്ത്യ ഇനി ഒരു മേഖലയിലും ആർക്കും പുറകിൽ നിർത്താൻ പറ്റത്തില്ല. ഈ കൂട്ടായ്മയിൽ നിങ്ങൾ വന്നിരുന്നു, ഞങ്ങളൊന്ന് അനുവദിക്കാം എന്ന് പറയേണ്ട കാര്യമില്ല. നീ അനുവദിച്ചാലും ഇല്ലേലും നിന്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്, ഈ കസേര എന്റെ ആണ് എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ആധുനിക ഇന്ത്യ കൈവരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനി അധിക താമസമൊന്നുമില്ല. ആര് വിചാരിച്ചാലും അത് തടയാനും പറ്റില്ല. വരും ദിവസങ്ങളിൽ ഈ ഒരു പുതിയ മുന്നേറ്റത്തിന്റെ കഥകളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.